കൊച്ചി പുറംകടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ ടഗ് ഉപയോഗിച്ച് കൂടുതൽ ഉൾക്കടലിലേക്ക് നീക്കി. അതെന്തായാലും നേവിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം അതിൽ വിജയിച്ചു എന്നാണ് വാർത്ത വരുന്നത്. നിലവിൽ 45 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് ഇപ്പോൾ ഈ കപ്പലുള്ളത്. കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നേവി എടുത്തിരിക്കുന്ന ദൗത്യം. എന്നാൽ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ദൗത്യസംഘം പറയുന്നത്. പക്ഷേ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ ഒഴുകി മറ്റന്നാൾ മുതൽ എറണാകുളം, കൊല്ലം ജില്ലകളുടെ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പോയി പിടിക്കാനോ ഇത് എന്തെന്ന് നോക്കാനോ എന്നുള്ള കൗതുകങ്ങൾ ആളുകൾ കാണിക്കരുത് എന്ന മുന്നറിയിപ്പും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു. കൂടുതൽ വിശദാംശങ്ങളെ ശ്യാംകുമാർ നൽകും. ശ്യാം, പറയൂ വിവരങ്ങൾ. യഥാർത്ഥത്തിൽ ഇത് കൊല്ലത്തേക്കും കൊച്ചിയിലേക്കും ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കണ്ടെയ്നറുകൾ? തീർച്ചയായും എസ് കെ പറഞ്ഞ പോലെ തന്നെ ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ നേരത്തെ മുങ്ങിയ ആദ്യ കപ്പലിലെ പോലെയല്ല. കാരണം രാസവസ്തുക്കളും കീടനാശിനികളും അടക്കം മനുഷ്യജീവനും പരിസ്ഥിതിക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കളുള്ള കണ്ടെയ്നറുകളാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ കണ്ടെയ്നറുകളിൽ തുടരുത് എന്നുള്ള നിർദ്ദേശം പ്രത്യേകിച്ച് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയുടെയും കൊല്ലത്തിൻ്റെയും ഒക്കെ തെക്കൻ തീരങ്ങളിലേക്ക് ഇത് എത്തും. എറണാകുളം ജില്ലയുടെ തെക്കൻ തീരങ്ങളിലേക്കും ഈ കണ്ടെയ്നറുകൾ ഒഴുകി എത്തുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. മറ്റന്നാൾ മുതൽ 16-ാം തീയതി മുതൽ ഇത് തീരത്തടിഞ്ഞു തുടങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള വിലയിരുത്തൽ. അതിൽ മറ്റൊരു ആശ്വാസകരമായ കാര്യം എസ് കെ ഇന്ന് രാവിലെ കൊച്ചിയുടെ ഏകദേശം 27 നോട്ടിക്കൽ മൈൽ അകലേക്ക് വരെ ഈ കപ്പൽ ഒഴുകിയെത്തിയിരുന്നു. അതിനെ ടഗ് ഉപയോഗിച്ച് കെട്ടിവലിച്ചപ്പോൾ പുറംകടലിലേക്ക് ഏകദേശം 45 നോട്ടിക്കൽ മൈൽ അകലേക്ക് ഇതിനെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ നേവിക്ക് കഴിഞ്ഞിരിക്കുന്നു. അശ്രാന്ത പരിശ്രമമാണ് നടത്തുന്നത്. നേവിയുടെ ഒരു കപ്പൽ ഈ ടഗിന്റെ പ്രവർത്തനം നിലയ്ക്കാതിരിക്കാനായിട്ട് ആ ഒഴുകുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യമായ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം പോലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നേവി വൃത്തങ്ങൾ പറയുന്നത്. 24 മണിക്കൂർ നീളുന്ന ആ ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കൊച്ചിയുടെ 27 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയ കപ്പലിനെയാണ് ഇപ്പോൾ 45 നോട്ടിക്കൽ മൈലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വലിയ താമസിക്കാതെ അതിനെ സുരക്ഷിതമായി മാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘത്തിലെ ഓരോരുത്തരും ഉള്ളത്, പ്രത്യേകിച്ച് നേവി ഉള്ളത്. എസ് കെ